തിരുക്കുടുംബത്തെ മാതൃകയാക്കിക്കൊണ്ട് പ്രാർത്ഥനയും പ്രയത്നവും എന്ന ആദർശത്തിൽ ദൈവത്തിനും രാജ്യത്തിനും വേണ്ടി സ്വയം സമർപ്പിതരാകുന്ന ഒരു പുതിയ സഭയ്ക്ക് ഈ കേരളക്കരയിൽ ജന്മമേകിയ ഞങ്ങളുടെ സ്ഥാപക പിതാക്കളായ അഭ്യുന്നയമാർ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവിൻ്റെയും ബഹുമാനപ്പെട്ട ജോൺ പിണക്കാട്ടച്ചൻ്റെയും മോൺസിഞ്ഞോർ മാത്യു മങ്കിഴിക്കുരി അച്ഛൻ്റെയും പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അവരിലൂടെ പകർന്നു തന്ന ചൈതന്യം സ്വന്തമാക്കി സ്ഥാപക പിതാക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഒരു ചെറിയ സമൂഹത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ദർശനമല്ല, ലോകാതിർത്തി വരെ എത്തി നിൽക്കുന്ന ഒരു ദർശനമാണ് ദൈവത്തിനും രാജ്യത്തിനും വേണ്ടി എന്ന മോട്ടോയിൽ നമുക്ക് ദർശിക്കാവുന്നത്. CSN സഭയിലെ ആദ്യ ബാച്ച് അംഗങ്ങൾക്ക് പരിശീലനം നൽകിയ SD സഭയിലെ മദർ ക്യാതറിനെയും സിസ്റ്റർ സേവിയറിനെയും സിസ്റ്റർ സ്കൊളാസ്റ്റിക്കായെയും സിസ്റ്റർ ജെമ്മയെയും നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. വിവിധങ്ങളായ പ്രേക്ഷിത രംഗങ്ങളിലൂടെ കുടുംബ പ്രേക്ഷിതത്വം എന്ന ലോകാന്ത്യം വരെ നിലനിൽക്കുന്ന ദൗത്യവുമായി മുന്നേറുന്ന CSN സഭ 1993 റീജിയനായും 1996 പ്രോവിൻസായും 1997 മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായും ഉയർത്തപ്പെട്ടു. സഭയുടെ ജനറലേറ്റ് എടക്കുന്നിലുള്ള മാതൃഭവനത്തിൽ ആരംഭിച്ച് അങ്കമാലിയിലുള്ള നോവിഷ്യേറ്റ് ഹൗസ്, ഇപ്പോഴുള്ള അങ്കമാലി പ്രൊവിൻഷ്യൽ ഹൗസ് എന്നിവിടങ്ങളിലൂടെ കടന്ന് 1998 സ്ഥിരമായ ഒരാസ്ഥാനമായി എറണാകുളം അതിരൂപതയിലുള്ള അശോകപുരം ഇടവകയിൽ ചൂണ്ടി എന്ന സ്ഥലത്ത് ആരംഭിച്ചു. ഇന്ന് സെൻറ്റ് ജോസഫ്, സെൻറ്റ് മേരീസ്, ക്രൈസ്റ്റ് ജ്യോതി എന്നീ പ്രോവിൻസുകളിൽ 26 രൂപതകളിൽ ആയി 89 ഭവനങ്ങളുണ്ട്. 618 അംഗങ്ങളും 111 പേർ പരിശീലനത്തിലുമിരിക്കുന്നു. നസ്രത്ത് സഭ ഈ ഭൂമിയിൽ ജന്മം കൊണ്ടിട്ട് 2009 മാർച്ചിൽ 61 വർഷം പൂർത്തിയായി. ഈ സഭയെ ഓർത്ത് നമുക്ക് ആനന്ദിക്കാം, നന്ദി പറയാം. 2008 മുതൽ 2014 വരെ നസ്രത്ത് സന്യാസ സഭയെ ദൈവഹിതാനുസാരം നയിക്കാൻ 2008 മാർച്ച് 1 കൂടിയ 12ാം ജനറൽ സിനാക്സിസിൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ സഭയുടെ സുപ്പീരിയർ ജനറലാണ് മദർ തെയോഡോഷ്യ. സുപ്പീരിയർ ജനറലിനെ സഹായിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞങ്ങൾ 4 കൗൺസിലേഴ്സ്. ഞാൻ സിസ്റ്റർ ഗ്രാസിയ, സിസ്റ്റർ ദീപ, സിസ്റ്റർ ഗീത, സിസ്റ്റർ ആഷ്ലി. ഈ കേന്ദ്ര ഭവനത്തിന് കീഴിൽ തായ്ക്കാട്ടുകര ഭവനവും ജർമ്മനിയിൽ 7 ഭവനങ്ങളും പ്രവർത്തിക്കുന്നു. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ വിളങ്ങി പ്രശോഭിച്ച ലളിതവും പ്രാർത്ഥനാനിരതവും അധ്വാനപൂർണവും സ്നേഹനിർഭരവുമായ ജീവിതശൈലി സ്വന്തമാക്കി കുടുംബസമുദ്ധാരണം ലക്ഷ്യമാക്കിക്കൊണ്ട് നസ്രത്ത് സഹോദരികളായ ഞങ്ങൾ നസ്രായൻ യേശുവിൻ്റെ രക്ഷാകര കർമ്മത്തിൽ പങ്കുചേരുന്നു. മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ നമുക്ക് ചുറ്റും നമ്മോടൊപ്പം ജീവിക്കുന്ന ജനങ്ങളെ മൂല്യബോധമുള്ളവരാക്കുവാൻ, കുടുംബങ്ങളിൽ നല്ല കുടുംബിനികളെ വാർത്തെടുക്കുവാൻ ഹോം സയൻസ് പരിശീലന കേന്ദ്രങ്ങൾ, മുദ്രാലയ പ്രേക്ഷിതത്വം, പ്രത്യേകിച്ച് അമ്മ മാസിക, അഭയഭവനങ്ങൾ, സ്കൂളുകൾ, നഴ്സറികൾ, ആശുപത്രികൾ, കൗൺസിലിംഗ് സെൻറ്റേഴ്സ്, റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് തുടങ്ങി വിവിധ പ്രേക്ഷിത മേഖലകളിലൂടെ CSN സിസ്റ്റേഴ്സ് ഇന്ന് പ്രവർത്തിച്ചു വരുന്നു. അങ്ങനെ എല്ലാ കുടുംബങ്ങളെയും നസ്രത്തിലെ കുടുംബം പോലെയാക്കുവാൻ നസ്രത്ത് സഹോദരികൾ തങ്ങളാലാവും വിധം പരിശ്രമിക്കുന്നു. കൂടാതെ മാതൃശിശുഭവനിലും വാത്സല്യം ശിശുഭവനിലും വളർന്നു വരുന്ന കുട്ടികളെ ദത്തെടുക്കുവാൻ അവസരമൊരുക്കുന്നുണ്ട്. വിദേശത്തും നാട്ടിലുമായി ഇതിനകം 1500ഓളം കുട്ടികൾ ദത്തെടുക്കപ്പെട്ട് സുഖമായി ജീവിക്കുന്നു. ആദ്യകാലങ്ങളിൽ വളർന്നു വലുതായ കുട്ടികളെ ഞങ്ങൾ തന്നെ വിവാഹം കഴിച്ചയച്ചു.
ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് വിവാഹിതരായവരുടെ കുടുംബ സമ്മേളനങ്ങളും അവർക്കുള്ള ധ്യാനവും വർഷം തോറും നടത്തിവരുന്നു. ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരെയും പിതാവിൻ്റെ രാജ്യത്തിൽ ഒരുമിപ്പിക്കുവാൻ മനുഷ്യനായി അവതരിച്ച നസ്രായനായ യേശുവിൻ്റെ കുരിശിലെ ബലിയോട് ചേർന്ന് വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൽ പൂർണ്ണരാവുകയും എല്ലാ കുടുംബങ്ങളെയും ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ആനയിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ സഭയുടെ ലക്ഷ്യം. കേരളത്തിലും ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ മിഷനിലും ജർമ്മനിയിലും റോമിലും ഇസ്രായേലിലുമാണ് നമ്മുടെ സിസ്റ്റേഴ്സ് സേവനമനുഷ്ഠിക്കുന്നത്. അനേകരുടെ പ്രാർത്ഥനയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും പൂർത്തീകരിച്ചുകൊണ്ട് 1998 ആഗസ്റ്റ് 22 വെഞ്ചരിച്ച സഭയുടെ ഈ ഭവനമാണ് CSN സഭയുടെ കേന്ദ്രഭവനം. ഈ ഭവനത്തിൻ്റെ നിർമ്മിതിക്കായി അക്ഷീണം പ്രയത്നിക്കുകയും അകാലത്തിൽ ചരമം പ്രാപിക്കുകയും ചെയ്ത സിസ്റ്റർ ലിസിയുടെ ഓർമ്മ ഇന്നും അവശേഷിക്കുന്നു. ഇതിൻ്റെ നടുമുറ്റവും നസ്രസിലെ തിരുക്കുടുംബവും കാൽവരിയിലെ കുരിശും ഹൃദയത്തെ ദൈവാനുഭവത്തിലേക്ക് ഉയർത്തുന്നു. കണ്ണിമ പൂട്ടാതെ കാത്തുസൂക്ഷിക്കുന്ന പിതൃവാത്സല്യം, തളർന്നുപോകാതെ തണലേകുന്ന മേഘസ്തംഭത്തിൻ്റെ സംരക്ഷണം ഈ ചാപ്പലിൽ കടന്നുവരുന്നവർക്ക് അനുഭൂതിയാകുന്നു, ജീവൻ പകരുന്നു. കാലാകാലങ്ങളിൽ സഭാനൗകയെ നയിക്കുക എന്ന ദൈവനിയോഗം ദൗത്യമായി ഏറ്റെടുത്ത് ജനറൽ ടീം അംഗങ്ങൾ പ്രാർത്ഥനാപൂർവം ദൗത്യനിർവഹണം നടത്തുന്നു. സമൂഹത്തിൻ്റെ അടിത്തറയായ കുടുംബങ്ങളുടെ സർവ്വതോന്മുഖമായ രക്ഷ സാധിക്കുക എന്ന ഉദ്ദേശത്തോടെ അന്ന് നിലവിലിരുന്ന സന്യാസ സഭകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ചൈതന്യത്തോടെയാണ് നസ്രത്ത് സഭ രൂപം കൊണ്ടത്. ആ ഒരു ദൗത്യ അവബോധം സഭാംഗങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുവാനും നസ്രത്തിലെ തിരുക്കുടുംബം പോലെ എല്ലാ കുടുംബങ്ങളും രൂപപ്പെടുത്തി ദൈവത്തെ മഹത്വീകരിക്കുന്ന ഒരു ദിനം സംജാതമാകുവാനും തിരുക്കുടുംബാംഗങ്ങളും നമ്മളുടെ സ്ഥാപക പിതാക്കളും നസ്രത്ത് മക്കളെ എല്ലാവരെയും അനവരതം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അത് തുടരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ദിവ്യാശ്വാസങ്ങളും തേനൂറുന്ന നൊമ്പരങ്ങളും മാതൃസ്തുതികളും ഉയരുന്ന ഇടം, കൂട്ടായ്മയുടെ നിറവും തികവും കരുത്തുറ്റ തീരുമാനങ്ങളുടെ സ്രോതസ്സുമാണ് ജനറലേറ്റ് വിങ്ങിലുള്ള കൊച്ചു ചാപ്പലും തിരുസക്രാരിയും. ജനറലേറ്റിന്റെ കീഴിലുള്ള പരിശീലന ഭവനമാണ് ഇവിടം. 1993 തുടങ്ങിയ ഈ ഭവനത്തിൽ താമസിച്ച് സഭയും സ്ഥാപക ചൈതന്യവും ഹൃദയത്തിലേറ്റുവാങ്ങി ആദ്യ അർപ്പണത്തിലൂടെ നസ്രായന് ഏൽപ്പിച്ച ജീവിതം ദൈവത്തിനും രാജ്യത്തിനും വേണ്ടി നിത്യമായി സമർപ്പിക്കുവാനൊരുങ്ങുന്ന ജൂനിയർ സിസ്റ്റേഴ്സ്. കാർമൽ ജ്യോതിയിലെ തിയോളജി പഠനത്തിലൂടെയും നിത്യവ്രതത്തിനൊരുക്കമായ ധ്യാനങ്ങളിലൂടെയും പരിശീലനം നേടുന്നു.